ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ബേബി ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഡെയിലി യൂസിനായിട്ട് ഇടാൻ പറ്റുന്ന ഒരു ടോപ്പാണ് കാണിക്കുന്നത്. അതും കട്ട് പീസ് ഉപയോഗിച്ചാണ് നമ്മളിവിടെ ഇന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. നൈറ്റ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാലൻസ് വന്നിട്ടുള്ള പീസുകളാണിത്. ഇതുപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് ഒരു 5 to 6 ഇയേഴ്സ് ബേബിയുടെ അളവിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഈ 2 പീസ് ഉപയോഗിച്ചാണ് ഇന്ന് നമ്മൾ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. ആദ്യം ഞാനിതിൻ്റെ നിവർത്തി ഒന്ന് കാണിച്ചു തരാം. ഇത് ഇതിൻ്റെ ഈ സൈഡ് വശത്ത് നിന്ന് കുറച്ച് ക്രോസ് പീസിനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കുറച്ചൊന്ന് ഏറ്റക്കുറച്ചിലുണ്ട്. എന്നാൽ ഈ പീസ് ഒരു കറക്റ്റ് 2 പീസാക്കാനായിട്ട് നമുക്ക് പറ്റുന്നതാണ്. ഇതിനെ ഒന്ന് രണ്ടായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് നടുക്ക് വശത്തേക്ക് ഈ പീസും കൂടെ ഒന്ന് വെച്ച് കൊടുക്കണം. ആദ്യം നമുക്ക് ഈ പീസിനെ ഇങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ടിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ലെങ്ത് വിഡ്ത്ത് ഇതുമാണ്. വീതി വശത്തേക്ക് ഇങ്ങനെ ഒന്ന് രണ്ടായിട്ടൊന്ന് മടക്കിയിട്ടേക്കുവാണ്. എന്നിട്ട് നമുക്ക് ഈ പീസിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സെൻറ്റർ ഭാഗത്തൂടെ നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇവിടെ തുണി തികയാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വേറെ പീസ് ജോയിൻ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ പീസ് ഇതിൻ്റെ ലെങ്തിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ തുണിയൊന്ന് ഏറ്റക്കുറച്ചിലായിട്ടാണ് വരുന്നത്, ഒരേ ലെങ്തിലല്ല. നമുക്ക് ഈ കറക്റ്റ് ലെങ്തിൽ തന്നെ ഈ പീസൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ ഈ പീസൊന്ന് ലെവലാക്കി കട്ട് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ അതേ ലെങ്തിൽ തന്നെ നമ്മളിവിടെ ഒന്ന് ലെവലാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസ് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ 2 എൻഡിലും നമുക്ക് ഈ 2 പീസ് ഒന്ന് ജോയിൻ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. ഇവിടെ ഈ പീസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇപ്പുറത്തെ വശത്തും ഈ പീസ് നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നടുക്ക് ഈ പീസും വരണം, അപ്പുറം ഇപ്പുറം ഈ പീസും വരുന്ന രീതിയിൽ നമുക്ക് ഈ പീസുകളെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിവിടെ നടുക്ക് ഈ പീസ് വെച്ച് അപ്പുറം ഇപ്പുറം ഈ പീസും വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ പതിച്ചടിച്ച് സ്റ്റിച്ച് ചെയ്യുകയും കൂടെ ചെയ്തിട്ടുണ്ട്. ഈ 2 സൈഡിലും പതിച്ചും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തുണിയെ മടക്കിയിട്ട് അളവുകളൊക്കെ മാർക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്കിതെങ്ങനെയാണ് മടക്കിയിടേണ്ടതെന്ന് നോക്കാം. ഇപ്പം സെൻറ്റർ ഭാഗത്ത് ഈ പീസും അപ്പുറം ഇപ്പുറം ഈ പീസുമാണ് വന്നേക്കുന്നത്. ഞാനിവിടെ എനിക്ക് ലെങ്ത് കിട്ടുന്നതിനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സെൻറ്റർ ഭാഗത്ത് ഈ പീസ് വന്ന് അപ്പുറം ഇപ്പുറം ഈ പീസ് വരുന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് മടക്കിയിട്ടെടുക്കാവുന്നതാണ്. അങ്ങനെ ഇട്ടെടുക്കുമ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയാണ് മടക്കിയിടുന്നത്. താഴ്വശത്ത് മുകളിൽ ഈ ഇതും വരുന്ന താഴ്വശത്ത് ഇങ്ങനെ വരുന്ന രീതിയിലാണ് ഞാനിവിടെ തുണി മടക്കിയിട്ടെടുക്കുന്നത്. നമ്മളിങ്ങനെ ആദ്യം ഈ വീതി വശത്തേക്ക് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ടതിന് ശേഷം പിന്നീട് ലെങ്ത് ഇങ്ങനെ താഴോട്ട് മടക്കിയിട്ട് 4ആയിട്ട് മടക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പം മടക്ക് വശം എൻ്റെ നേർക്ക് ഓപ്പൺ സൈഡ് ഓപ്പോസിറ്റ് വശത്തുമായിട്ടാണ് വരുന്നത്. കറക്റ്റ് നമ്മൾ നമ്മുടെ ഇവിടുത്തെ സ്റ്റിച്ചും ഒക്കെ ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ മടക്കിയിട്ടെടുക്കാനായിട്ട്. അല്ലേ, ഈ ജോയിൻറ്റ് വരുന്നില്ലേ, നമ്മൾ ജോയിൻറ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് പതിച്ചടിച്ച് ഈ പീസിൻ്റെ സ്റ്റിച്ചിങ്ങും ഒക്കെ കറക്റ്റ് ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ മടക്കിയിട്ട് എടുക്കാനായിട്ട്.
ഇനി നമുക്കിതിലേക്ക് അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 4ആയിട്ട് മടക്കിയിട്ടേക്കുവാണ്. ഒന്നുകൂടെ ഞാൻ എങ്ങനെയാണെന്ന് കാണിക്കാം. ആദ്യം നമ്മൾ തുണിയെ നിവർത്തി ഇട്ടതിന് ശേഷം ഇങ്ങോട്ട് ഇങ്ങനൊന്ന് മടക്കി, പിന്നീട് ഒന്ന് കൈകൊണ്ടല്ലാതെ മടക്കൊക്കെ ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം താഴോട്ട് നമുക്കിങ്ങനെ മടക്കിയിട്ടെടുക്കുമ്പോൾ ഇവിടുത്തെ ഈ സ്റ്റിച്ചിങ്ങും കറക്റ്റ് ലെവലിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് അളവുകളൊക്കെ മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ നമ്മളിങ്ങനെ കട്ട് പീസ് ജോയിൻ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കേണ്ടി വരുന്നത്. നമുക്ക് ലെങ്ത് വേണമെന്നത് 15 ഇഞ്ചാണ്. മടക്കിയിടുമ്പോൾ കറക്റ്റ് 15 ഇഞ്ച് തന്നെ നമുക്കിവിടെ ലെങ്ത് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ആം ഹോളും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഷോൾഡർ 5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ മടക്ക് വശത്ത് നിന്നും ഷോൾഡർ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീട് ആ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് താഴേക്ക് 5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് ആ പോയിൻറ്റുകൾ ചേർത്തൊരു ലൈൻ വരച്ച് ഇങ്ങോട്ട് ഇച്ചിരി നീട്ടി വരച്ചിട്ടുണ്ട് നമുക്ക് ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇവിടെ ചെസ്റ്റ് റൗണ്ട് 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് ലെങ്ത് 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ വേസ്റ്റ് റൗണ്ട് നമ്മൾ 6 ഇഞ്ചും പിന്നീട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ടും കൂടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. താഴ്വശത്ത് നമ്മൾ ഇവിടെ എത്രയാണോ മാർക്ക് ചെയ്തത് അത് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീട് തയ്യൽ തുമ്പിനായിട്ട് 1.5 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോയിൻറ്റുകളെല്ലാം ചേർത്ത് വരച്ചെടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ കർവ് വരച്ചു കൊടുക്കണം. ഇവിടെ 5 ഇഞ്ചാണ്, അതിൻ്റെ പകുതി 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ പോയിൻറ്റും ചെസ്റ്റ് റൗണ്ടിൻ്റെ 4 കൂടെ വരുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ കർവ് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് നെക്ക് ലെങ്തും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ നെക്ക് വിഡ്ത്ത് ഞാൻ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്ക് ലെങ്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് വീണ്ടും നെക്ക് വിഡ്ത്ത് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഒരു ബോക്സ് വരെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അവിടെ റൗണ്ട് നെക്ക് കൊടുക്കുകയാണ്. ബാക്ക് നെക്ക് ലെങ്ത് ഞാനിവിടെ 2.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അവിടെയും ഒരു റൗണ്ട് നെക്ക് ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വരച്ചതിലൂടെ കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ബാക്ക് നെക്ക് ആണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. സ്ലോപ്പ് 4 ഇഞ്ച് ഇങ്ങനെ ഒന്ന് സ്ലോപ്പ് വരച്ച് കൊടുക്കാം. താഴ്വശത്ത് ഒരു 1 ഇഞ്ച് മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് നമുക്കിവിടെ ഒരു കർവ് ഷേപ്പ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇങ്ങനെ തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ടോപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ നെക്കൊന്ന് വരച്ചതിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഇത് ഫ്രണ്ട് പീസാണ്, ഇത് ബാക്ക് പീസ്. ഇവിടെ നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ക്രോസ് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാലൻസ് സൈഡ് വശത്തു നിന്ന് കിട്ടിയ പീസിൽ നിന്നും ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ക്രോസ് പീസ് കട്ട് ചെയ്ത് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ആം ഹോളിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ ലെങ്തിൽ 2 പീസ് ബാലൻസ് വന്ന സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം.
ആദ്യം നമുക്ക് ക്രോസ് പീസ് ഉപയോഗിച്ച് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ക്രോസ് പീസിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് ഇങ്ങനെ 1/4 ഇഞ്ച് വീതിയിലൊന്ന് ഫുള്ളും മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് അതിനുശേഷം മടക്കി സ്റ്റിച്ച് ചെയ്യാത്ത വശം നമ്മൾ എന്ത് ചെയ്യണം, ഈ നെക്കിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വെച്ച് 1/4 ഇഞ്ച് വീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഈ ക്രോസ് പീസിനെ ഉള്ളിലേക്ക് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നെക്കിൻ്റെ ഭാഗമൊക്കെ ക്രോസ് പീസ് ഉപയോഗിച്ച് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കങ്ങനെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. അങ്ങനെ നമ്മളിവിടെ നെക്കും ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഷോൾഡറും ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇങ്ങനെ വിടർത്തിയിട്ട് എടുക്കുമ്പോഴത്തേക്ക് ബാക്കിലെ ക്രോസ് പീസ് ഇങ്ങനെ കിട്ടും. അതിനെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തൊന്നുകൂടെ സൈഡിലൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം. അതിനുശേഷം നമുക്ക് സ്ലീവിൻ്റെ അവിടെയായിട്ട് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് ഈ 2 പീസുണ്ട്, 2 സൈഡിലേക്കുമായിട്ടാണ്. ഇതിൻ്റെ ഒരു സൈഡ് നമുക്ക് ചെറുതായിട്ടൊന്ന് 2ആയിട്ട് ഫോൾഡ് ചെയ്തൊന്ന് മടക്കിയെടുക്കണം. അതിനുശേഷം ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടെടുക്കണം. 2 പീസും അങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊണ്ടുവരാം. അങ്ങനെ നമ്മളിവിടെ നെക്കെല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ ഹുക്ക് വെച്ച് കൊടുക്കുന്നതിനായിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ തല കയറാൻ പാടായിരിക്കുമല്ലോ. പിന്നീട് ഇനി നമുക്ക് സ്ലീവിൻ്റെ അവിടെ വെച്ച് കൊടുക്കാനായിട്ട് നമ്മൾ 2 പീസ് എടുത്തിരുന്നല്ലോ, അത് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പ്ലീറ്റ്സ് ഇട്ടതിനെ ഈ ആം ഹോളിൻ്റെ ഭാഗത്തായിട്ട് ഇതിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ നല്ല വശം ഇങ്ങനെ വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് ശേഷം ഇതിനെ ഇങ്ങനെ വെച്ച് പതിച്ച് വെച്ചൊന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ 2 സ്ലീവിൻ്റെ അറ്റത്തും ഈ പ്ലീറ്റ്സ് ഇട്ട പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. പിന്നീട് നമ്മൾ സൈഡും കൂടെ ജോയിൻറ്റ് ചെയ്തെടുക്കണം. അതിനു മുമ്പ് താഴ്വശം ഒന്ന് 1/4 ഇഞ്ച് വീതിയിൽ മടക്കി 2 വശത്തെയും താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ ഇവിടെ ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഞാനിവിടെ ആയിട്ട് സെൻട്രലായിട്ട് ഈ കളറിൽ ചേരുന്ന ഒരു ബോ കൂട്ട് വെച്ച് കൊടുത്ത് ഒരു മുത്തും കൂടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.